അമേരിക്കൻ നാവികസേനയുടെ അഭിമാനമായ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ USS സൂംവാൾട്ടിലും തീപിടുത്തം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ തീപിടിക്കുന്ന മൂന്നാമത്തെ US പടക്കപ്പലാണിത്. അപകടത്തിൽ 3 സൈനികർക്ക് പൊള്ളലേറ്റു. നാവികരെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സക ആശുപത്രിയിലേക്ക് മാറ്റിയത് അമേരിക്കൻ നാവിക ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ USS ജെറാൾഡ് ആർ ഫോർഡ്, USS ഐസൻഹോവർ എന്നിങ്ങനെ US നാവികസേനയുടെ കരുത്തായ 2 അത്യാധുനിക കപ്പലുകൾ അപകടത്തിൽപ്പെട്ട് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ USS സൂംവാൾട്ട് എന്ന സ്റ്റെൽത്ത് ഡിസ്ട്രോയറിലും വൻ തീപിടുത്തമുണ്ടായത്. മാർച്ച് 12-നാണ് USS ജെറാൾഡ് ആർ ഫോർഡ് വിമാനവാഹിനി കപ്പലിൽ തീപിടുത്തമുണ്ടായത്. ചെങ്കടലിൽ വിന്യസിച്ചിരിക്കെ ലോണ്ടറി റൂമിലുണ്ടായ തീപിടുത്തം 30 മണിക്കൂർ നീണ്ടുനിന്നു. സംഭവത്തിൽ 100 കണക്കിന് സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ആഴ്ച USS ഡ്വൈറ്റ് ഡി ഐസൻഹോവർ വിമാനവാഹിനി കപ്പലിലും സമാനമായ അപകടം റിപ്പോർട്ട് ചെയ്തത്. ഏപ്രിൽ 15-ന് അറ്റകുറ്റപ്പണികൾക്കിടെയായിരുന്നു തീപിടുത്തം. സംഭവത്തിൽ 8 നാവികർക്കാണ് പരിക്കേറ്റത്. ഏപ്രിൽ 19-നാണ് മിസൈൽ നവീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ USS സൂംവാൾട്ട് സ്റ്റെൽത്ത് ഡിസ്ട്രോയറിൽ തീപിടുത്തമുണ്ടായത്. ലോകത്തെ ഏറ്റവും ചിലവേറിയ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡിലുണ്ടായ തീപിടുത്തം ഏറെ ദുരൂഹമായിരുന്നു. 30 മണിക്കൂറോളം നീണ്ടുനിന്ന് തീയണക്കാൻ സൈന്യം വലിയ പ്രയത്നം നടത്തേണ്ടി വന്നു. കപ്പലിന്റെ ഉൾഭാഗത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി ക്രൊയേഷ്യയിലേക്ക് മാറ്റിയിരുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ നാവിക മേധാവിത്വത്തിന് ഇത് വലിയ തിരിച്ചടിയായി. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ തന്നെ സ്വന്തം കപ്പലുകൾക്ക് തുടർച്ചയായ അപകടങ്ങൾ സംഭവിക്കുന്നത് ഗൗരവകരമാണ്. ഇവ കേവലം സാങ്കേതിക തകരാറുകളാണോ അതോ അട്ടിമറി ശ്രമങ്ങളാണോ എന്ന കാര്യത്തിൽ പെന്റഗൺ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. സൂംവാൾട്ട് ഡിസ്ട്രോയറിലെ തീപിടുത്തം ഹൈപ്പർസോണിക് മിസൈലുകൾ ഘടിപ്പിക്കുന്ന ഘട്ടത്തിലായതിനാൽ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ വിന്യാസത്തെ ഇത് വൈകിപ്പിക്കും. 3 കപ്പലുകൾ ഒരേ സമയം അപകടത്തിൽപ്പെടുന്ന അമേരിക്കൻ സൈനിക ചരിത്രത്തിൽ അപൂർവമാണ്. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഓരോ തീപിടുത്തത്തിലൂടെയും ഉണ്ടാകുന്നത്. പെന്റഗണിലെ ആഭ്യന്തര തർക്കങ്ങൾക്കിടയിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്ന സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.